നമസ്കാരം. ഞാൻ അനൂസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്, അതായത് ടൊമാറ്റോ റൈസ്. നമ്മൾ റൈസ് നേരത്തെ കുക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കറികളൊന്നും ഇല്ലാതെ തന്നെ ഒരു തൈര് സാലഡ് മാത്രം മതിയാവും ഈ റൈസ് കഴിക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ടൊമാറ്റോ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ റൈസ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മസാല റെഡിയാക്കിയാൽ മതിയാവും. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചെയ്യാം, സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. കടലപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. 2-3 ഉണക്കമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കാഷ്യൂനട്ട്സ് ആണ്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. കുറച്ച് കാഷ്യൂനട്ട്സ് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ കുറച്ച് മതിയാവും. പിന്നെ വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം വളരെ കുറച്ച് മതിയാവും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 1/2 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള ആണെങ്കിൽ 1/2 സവാള മതിയാവും, ചെറുതാണെങ്കിൽ 1 സവാള ചേർക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതിയാവും. അപ്പോൾ സവാളയും അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഐറ്റംസ് ആഡ് ചെയ്യാം. ഒത്തിരി മസാല ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ കശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. പിന്നെ ഞാനിപ്പോൾ ചേർത്തത് ഗരം മസാലയാണ്. ഒരു 2 നുള്ളു ഗരം മസാല, ഓവർ ആവണ്ട, 2 നുള്ളു മതിയാവും. ഇപ്പോൾ മസാല പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു ചെറിയ കഷ്ണം പട്ടയും 1 ഗ്രാമ്പും 1 ഏലക്കയും ചേർത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസിൽ ഉപ്പുണ്ട്, ഉപ്പ് ചേർത്താണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് തവിയിട്ട് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ ഓപ്ഷനിലാണ്, 2 നുള്ളു പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്. പഞ്ചസാര ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ളത് റൈസാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേവിച്ച ചോറാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. ഏത് റൈസ് വേണേലും എടുക്കാം, ബിരിയാണി റൈസ്, ബാസ്മതി റൈസ്, ഏത് റൈസ് വേണേലും എടുക്കാം. അപ്പോൾ ബിരിയാണി റൈസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ വെന്ത് കുഴഞ്ഞ് പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ ചോറ് നേരത്തെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കണം. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.